So welcome back to our channel. So നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കാനുള്ള മൊഡ്യൂൾ 2ലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗ്രാഫ് ട്രാവേഴ്സൽ അൽഗോരിതംസ്. രണ്ട് അൽഗോരിതംസ് ആണ് മെയിനായിട്ട് പഠിക്കാനുള്ള. ഒന്ന് BFX ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും രണ്ടാമത്തത് DFX ഡെപ്ത് ഫസ്റ്റ് സെർച്ചും. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. BFX അൽഗോരിതം ആൻഡ് അൽഗോരിതമായി കൊടുത്തിട്ടുള്ള അൽഗോരിതം BFX G, U. സോ നമുക്കിവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടാവും. ആ ഗ്രാഫിലെ എല്ലാ നോഡ്സും നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അൺവിസിറ്റഡ് ആയിട്ട് വെക്കും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിനെ നമ്മൾ യു ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. യു എന്ന് പറഞ്ഞാൽ അൺവിസിറ്റഡ് ആണ്, പി എന്ന് പറഞ്ഞാൽ വിസിറ്റഡ് ആണ്. സോ നമ്മൾ യു എന്ന് പറഞ്ഞ് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് മാർക്ക് ചെയ്യും. എന്നിട്ട് എന്നിട്ട് യു നമ്മൾ വിസിറ്റ് ചെയ്യുമല്ലോ. വിസിറ്റ് ചെയ്യുന്ന ആ യുവിനെ എവിടെ കൊണ്ടിടും? ആ വിസിറ്റ് ചെയ്യുന്ന നോഡിനെ ക്യൂ എന്ന് പറയുന്ന ഒരു ക്യൂവിൽ കൊണ്ട് ഇടും. ഒരു എം ടി ക്യൂവിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും. ഇപ്പോൾ വൈൽ ക്യൂ ഈസ് നോട്ട് എം ടി ആണെങ്കിൽ ഡി ക്യൂ വി ഫ്രം ക്യൂ. നമ്മളിപ്പോൾ ഈ വിസിറ്റ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ക്യൂ എം ടി ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ വിസിറ്റ് ചെയ്ത ആളെ നമ്മൾ എന്ത് ചെയ്യും, പോപ്പ് ഔട്ട് ചെയ്യും. ക്യൂവിൽ നിന്ന് വീനെ എന്ത് ചെയ്യും, പോപ്പ് ഔട്ട് ചെയ്യും. എന്നിട്ട് വൈൽ വി ഹാസ് ആൻ അൺവിസിറ്റഡ് നൈബർ, ഇപ്പോൾ വിക്ക് ഒരു അൺവിസിറ്റഡ് ഏതൊരു നൈബർ ഡബ്ല്യു ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിനെ എന്ത് ചെയ്യും, വിസിറ്റ് ചെയ്തിട്ട് ഡബ്ല്യുവിനെ എന്ത് ചെയ്യും, ക്യൂവിലോട്ട് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ക്യൂവിലോട്ട് ഇൻസേർട്ട് ചെയ്യും. അതേപോലെ ഇനി എന്തെങ്കിലും ഒരു അതർ നോഡ് എക്സ് എന്ന് പറയുന്ന അൺവിസിറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു നോഡ് ഉണ്ടെങ്കിൽ അതിനെയും എന്ത് ചെയ്യും, വിസിറ്റ് ചെയ്ത് ക്യൂവിലോട്ട് ഇൻസേർട്ട് ചെയ്യും. ഇങ്ങനെയാണ് BFXൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, നോക്കിക്കോ, BFX എക്സാമ്പിൾ. ഈ ഒരു ഗ്രാഫിൽ ഫസ്റ്റ് നോഡ് നമ്മൾ അൽഗോരിതം പ്രകാരം ആദ്യത്തെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ഞാൻ എന്ത് ചെയ്തു, വി വെച്ച് മാർക്ക് ചെയ്തു, വിസിറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, വി ആയിട്ട്, ബാക്കിയെല്ലാം നമ്മൾ യു ആണ്, അൺവിസിറ്റഡ് ആക്കിയാണ്. ഫസ്റ്റ് വെർട്ടെക്സ് ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യണം, വിസിറ്റ് ചെയ്യണം. ബാക്കിയെല്ലാം യു ആണ്, കണ്ടോ. ഫസ്റ്റ് വെർട്ടെക്സ് ഞാൻ എന്ത് ചെയ്ത് വി വെച്ച് വി വെച്ച് നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു, വെർട്ടെക്സ് വിസിറ്റ് ചെയ്തതുപോലെ. സോ നമ്മൾ ക്യൂവിലോട്ട് ആദ്യം ആര് കയറും, എ എന്ന് പറഞ്ഞ നോഡിനെ ഞാൻ ക്യൂവിലോട്ട് എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ BFX ട്രാവേഴ്സിൽ ആദ്യം വരുന്ന നോഡ് ഏതാണ്, എ ആണ്. നെക്സ്റ്റ് നോക്കി, നെക്സ്റ്റ് അവിടെ എന്താ സംഭവിക്കുന്നത്, എക്ക് എന്തെങ്കിലും നൈബറിംഗ് നോട്ട്സ് ഉണ്ടോ നോക്കി. എയിൽ നിന്ന് പോണ രണ്ട് നൈബറിംഗ് നോട്ട്സ് ആണ്, ഒന്ന് സിയും ഒന്ന് ബി. അത് എന്താണ്, അൺവിസിറ്റഡ് ആണ്. സോ നമ്മൾ അത് രണ്ടും എന്ത് ചെയ്യാൻ പോവാണ്, വിസിറ്റഡ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യൂവിലോട്ട് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ നോക്കി എങ്ങനെ ആവും, ക്യൂവിലോട്ട് ഇപ്പോൾ ആരൊക്കെ, ബിയും സിയും ആയി. അപ്പോൾ ABC എന്നാണ് ABC ട്രാൻസ്വേഴ്സിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ബിയും സിയും കയറ്റുന്ന ടൈമിൽ ഓൾറെഡി ക്യൂവിൽ ആരുണ്ടായിരുന്നു, നമ്മുടെ ക്യൂവിൽ ആദ്യം ആരെയാണ് കയറ്റി, എ ആണ് കയറ്റി. ആ എനെ എന്ത് ചെയ്യും, DQ ചെയ്യും, അല്ലെങ്കിൽ പോപ്പ് ചെയ്യും. ആ ക്യൂവിൽ നിന്ന് പുറത്താക്കിയിട്ടാണ് അതിൻ്റെ നൈബറിംഗ് നോട്ട്സ് ആയിട്ട് ആരെയൊക്കെ കയറ്റുന്നത്, ബിനെയും സിനെയും. അപ്പോൾ ക്യൂവിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്, ബിയും സിയും. എനെ പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ അല്ലേ, ഫൈൻ. ഇനി നമ്മൾ നോക്കേണ്ടത് ബി ഇപ്പോൾ വിസിറ്റഡ് ആയി, സി വിസിറ്റഡ് ആയി, എ വിസിറ്റഡ് ആയി. ഇനി ബിക്ക് ഏതെങ്കിലും നൈബറിംഗ് നോട്ട്സ് ഉണ്ടോ എന്ന് നോക്കുക. ആരൊക്കെയുണ്ട്, ഇയും ഉണ്ട് ഡിയും ഉണ്ടല്ലേ, രണ്ട് നൈബറിംഗ് നോട്ട്സ്. അത് രണ്ട് അൺവിസിറ്റഡ് ആണല്ലേ. സോ അത് വിസിറ്റ് ചെയ്യും. വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇയും ഡിനെയും കൂടി എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ക്യൂവിലോട്ട് കയറ്റും. കണ്ടോ, ABCDE. സിയുടെ കൂടെ ആരെയും ഡിയും ഈ നൈബറിംഗ് നോട്ട്സിനെ കയറ്റുന്ന ടൈമിൽ അറ്റ് എ ടൈം നമ്മൾ ക്യൂവിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു, സി ഉണ്ടായിരുന്നു. ബിനെ പോപ്പ് ഔട്ട് ചെയ്തിട്ട് വേണം ബിയുടെ നൈബറിംഗ് നോട്ട്സ് ആയ ഡിയും ഇയും കയറ്റാൻ. മനസ്സിലായോ? സോ ഇവിടെ ക്യൂവിൽ ആരൊക്കെയായി, C, D, E ആയി. ഇനി നോക്കേണ്ട ഡിക്ക് എന്തെങ്കിലും നൈബറിംഗ് നോട്ട്സ് ഉണ്ടോ എന്ന് നോക്കിയേ. ഇപ്പം എല്ലാം വിസിറ്റഡ് ആയില്ലേ, എല്ലാത്തിലും വി അല്ലേ കൊടുത്തിട്ടുള്ള. ഇനി സിക്ക് എന്തെങ്കിലും നൈബറിംഗ് നോട്ട്സ് ഉണ്ട്, ഡി, അത് ഓൾറെഡി വിസിറ്റ് ചെയ്തു. അപ്പോൾ എല്ലാം വിസിറ്റ് ചെയ്തു മാക്സിമം അല്ലേ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഇപ്പോൾ ഡി വിസിറ്റ് ചെയ്തുവല്ലോ. ഡി വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി ഇനി ആരുണ്ടായിരുന്നു, സി ഉണ്ടായിരുന്നു. സീനെ എന്ത് ചെയ്തു, പോപ്പ് ചെയ്തു. അപ്പോൾ ക്യൂവിൽ ആരുണ്ട്, D, E ഉണ്ട്. നെക്സ്റ്റ് എഗെയിൻ ഡിക്ക് നോക്കും. ഡിയിൽ എന്തെങ്കിലും ഉണ്ടോ നൈബറിംഗ്, ഡിയുടെ നൈബറിംഗ് ഇ ആണ്. സോ ഡീനെ പോപ്പ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യൂവിൽ ആരാവും, ഇ ആവും. അവസാനം ക്യൂ എം ടി ആവുന്നവരെ ചെയ്യണം. അത് ഇങ്ങനെ കിട്ടും, ക്യൂ ഈക്വൽ ടു എം ടി ആണ്. ഇയും കൂടെ പോയി കഴിഞ്ഞാൽ ക്യൂ എം ടി അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ BFX ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഓരോ നോഡും പോപ്പ് ഔട്ട് ആവുന്ന ആ ഒരു ഓർഡറിൽ നമ്മൾ BFX ട്രാവേഴ്സിൽ എഴുതുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ABCDE എന്നായിരിക്കും അതിൻ്റെ ആ ഒരു റൂട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ, ഇതാണ് BFX അൽഗോരിതം. ഓക്കെ അല്ലേ. സോ എന്താണ് BFX അൽഗോരിതം വിത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഈ ഒരു അൽഗോരിതം എഴുതുക, സ്റ്റെപ്സും എഴുതുക, അതേപോലെ ഒരു ഗ്രാഫ് വരച്ച് ഓരോ നോഡും വിസിറ്റ് ചെയ്ത് ക്യൂവിലോട്ട് എൻ്റർ ചെയ്യുന്ന കാണിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ.